ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു വിനോദിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിനോദ് പറയുവാണ്, ചേച്ചി ഞാൻ മനഃപൂർവ്വം തട്ടിയിട്ടതല്ല, അത് പ്രിയയ്ക്ക് അറിയാം, ഞാനാണെങ്കിൽ അവളെ തടഞ്ഞു മാറ്റാൻ വേണ്ടി നോക്കിയത്, പക്ഷേ അവളോട്ട് വീണതാ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതു വിശ്വസിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഗീതു പറയാണ്, ഇതിപ്പം ആര് പറഞ്ഞാൽ വിശ്വസിക്കും? നീ പറയുന്ന ഞാൻ പോലും വിശ്വസിക്കുകയില്ല. പ്രിയ വന്ന് പറയാണ്ട് ഇവിടെ ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. അതിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഗീതു പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും വിനോദ് പറയുവാണ്, എനിക്ക് എന്തായാലും പ്രിയയെ കാണണം എന്ന് പറയുമ്പോൾ ഗീതു തടയുവാണ് കേട്ടോ. പറ്റത്തില്ല, അതറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ട നിന്നെ കൊന്നു കളയുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വിനോദ് പറയും, എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് സ്വയം തലയിടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ മരിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ തലയിടിക്കുവാണ് കേട്ടോ. തലയിടിച്ച് ചോര വരുവാണ്. അപ്പം ഗീതു പിടിച്ചു മാറ്റുവാണ്. എന്നിട്ട് പറയുവാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? എനിക്കൊന്ന് കാണണം ചേച്ചി പ്രിയനെ പ്ലീസ് എന്ന് കാല് പിടിച്ച് പറയുവാണ് കേട്ടോ വിനോദ്. അത് കേൾക്കുമ്പോഴേക്കും ഗീതുവിൻ്റെ മനസ്സും ചെറുതായിട്ടൊന്ന് അലിയുവാണ്. അത് കഴിയുമ്പോൾ ഡോക്ടർ സർജറിക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദനോട് പറയുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് പറയുക, ഇത് സമ്മതിച്ചു എന്നല്ലേ ഇതിനർത്ഥം? അപ്പം എൻ്റെ പ്രിയമൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഉത്തരവാദി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാൻ നേരത്ത് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഒപ്പ് തന്നെയാണ്, ടെൻഷനും വിഷമമൊക്കെ കാരണം കൈ വിറയ്ക്കുന്നതുകൊണ്ടേ ഒപ്പിനൊരു ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ നാളെ ഞാനത് നിഷേധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നേഴ്സ് ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ കൊണ്ടുപോഴുവാണ്. അപ്പോഴത്തേക്കും പ്രിയയുടെ ഒരു കമ്മൽ കാണുമ്പോൾ അന്ന് പ്രിയയുടെ കാതിൽ കമ്മലിട്ട് കൊടുത്ത കാര്യമൊക്കെ ഓർത്ത് ഗോവിന്ദ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് കേട്ടോ. അതേസമയത്ത് രേഖ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അവൾക്കൊന്നും പറ്റില്ല ഗോവിന്ദേട്ടാ, അവൾ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ്. അത് കഴിയുമ്പോഴേക്കും രേഖ പറയുന്നുണ്ട്, ഞാൻ പോയി ഗീതുവിനെ വിളിച്ചിട്ട് വരാം, നിങ്ങൾ എന്തായാലും പ്രിയ സർജറിക്ക് മുമ്പ് ഒന്നുകൂടെ കാണുന്നുണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോൾ ഗോവിന്ദൻ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഐസിയുൻ്റെ അവിടെ ഗീതുവിനെ കൂട്ടി പ്രിയെ കാണാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ഗീതു വിനോദിനെയും കൂട്ടിയിട്ട് റൂമിൽ കയറുവാണ്, ഐസിയു കയറുവാണ് പ്രിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ അകത്ത് കയറിയെന്ന് ചോദിക്കുമ്പം ഗീതു പറയുവാണ്, അത് ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് വിനോദ് പ്രിയയുടെ കാലെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, നീ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് വണ്ടി കൊടുത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ മാപ്പ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയയുടെ വയറിലൊക്കെ തൊടുവാണ്. കഴിഞ്ഞ് പിന്നെയും കാലെ പോയി കെട്ടിപ്പിടിച്ച് കിടന്ന് മാപ്പ് പറയുവാണ് കേട്ടോ. എനിക്ക് നീയില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കരയുവാണ്. ഇതൊന്നും തന്നെ പ്രിയ അറിയുന്നില്ല. അതേസമയത്ത് ഗോവിന്ദാണെങ്കിൽ ഐസിയുൻ്റെ വെളിയിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. രേഖ എവിടെയെല്ലാം ഗീതുവിനെ തപ്പുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ഗോവിന്ദനോട് വന്ന് പറയുക, ഗോവിന്ദേട്ടാ ഞാനിവിടെയൊക്കെ നോക്കി, പക്ഷെ ഗീതുവിനെ കാണുന്നില്ല, എവിടെയാണെന്നറിയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേ സമയത്താണ് ആ നേഴ്സ് ഐസിയുവിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവരിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, സാറിൻ്റെ വൈഫിനെയാണ് നോക്കുന്നത്, പുള്ളിക്കാരി ഐസിയുവിലുണ്ട് എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന ഗോവിന്ദ് ചോദിക്കും, ഐസിയുവിലോ എന്ന് പറഞ്ഞ് ഗോവിന്ദ് പയ്യെ ഐസിയുവിൻ്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. ഐസിയുവിൻ്റെ അകത്ത് ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു, മതി വിനോദേ വാ, നിന്നോടല്ലേ പറഞ്ഞ വാ പോവാം, ഇറങ്ങാമെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുവാണ് കേട്ടോ. എങ്കിലും പ്രിയയുടെ കാലെ കെട്ടിപ്പിടിച്ച് പിന്നെയും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുവാണ് വിനോദ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ഗോവിന്ദേട്ടന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗോവിന്ദ് എടാ എന്ന് വിളിച്ച് വലിച്ച് മുറിയിൽ നിന്ന് പുറത്തിറക്കി അടിക്കുവാണ് കേട്ടോ വിനോദിനെ തലങ്ങും വിലങ്ങും. ഇതൊക്കെ കാണുമ്പോൾ ഗീതു പറയുന്നുണ്ട്, വേണ്ട ഗോവിന്ദേട്ടാ, അടിക്കല്ലേ എന്ന് പറഞ്ഞ് തടയാനൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഗോവിന്ദ് എവിടെ കേൾക്കാനാ, നീ കാരണം എൻ്റെ പ്രിയ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് പിന്നെ കുറേ അടിക്കുവാണ്. ഈ ഒച്ചയൊക്കെ കേട്ട് നമ്മുടെ രാധികാമ്മയും രേഖയും വരുണും ഒക്കെ അങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വരുൺ പുറകെന്ന് പറയുന്നുണ്ട്, അടിക്ക് പോകുന്നിട്ട് അവനെ അടിക്ക് എന്ന് പറയുകയാണ്, അടിച്ച് കൊല്ലവനെ എന്ന് പറയുവാണ്. അതേ സമയത്ത് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ഇവളെന്തിനാ ഇതിനിടയ്ക്ക് കയറുന്നേ എന്നിങ്ങനെ ചോദിച്ച് നമ്മുടെ ഗീതുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗോവിന്ദിന് ദേഷ്യം വന്നൊരു ഗോവിന്ദ് ഗീതുവിനെ പിടിച്ചു മാറ്റിയിട്ട് പറയുക, നിന്നോടാ പറഞ്ഞ മാറി നിൽക്കാമെന്ന്, ഇതിൻ്റെ അകത്ത് നീ ഇടപെടാൻ പാടില്ല, നീ എന്നല്ല ആരും ഇടപെടാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ കണ്ടുവരുന്ന അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ഇതെന്താ ഈ കാണിക്കുന്നത്, അവനെ വിട് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. എന്നാലും ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഗോവിന്ദ് പിന്നെ അടിക്കുവാണ്. ഒരു കണക്കിന് ഗീതു ഗോവിന്ദിനെ വലിച്ചു മാറ്റുന്നുണ്ട്. ആ സമയത്ത് വരുൺ വന്ന് അടിക്കാൻ തുടങ്ങുവാണ് കേട്ടോ വിനോദിനെ. അപ്പോഴത്തേക്കും നമ്മുടെ രേഖയും പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ രാധികാമ്മ ഗീതുവിനോട് പറയുക, നിൻ്റെ ഹസ്ബൻഡ് ജയിലിൽ പോകുന്നോർത്താണെങ്കിൽ നീ പേടിക്കണ്ട, ഇവനെ കൊന്ന് കെട്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുവാണ്. എന്നിട്ട് പിന്നെയും വിനോദിനെ അടിക്കുന്ന കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, എന്നെ കൊന്ന ഗോവിന്ദേട്ടാ, ഞാൻ ചെയ്ത തെറ്റാ, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തേ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഗീതു പിന്നെയും ഗോവിന്ദിനെ പിടിച്ചു മാറ്റുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുകയാണ്, നീ എന്നല്ല ആര് പറഞ്ഞാലും ഞാനത് കേൾക്കുമല്ല, മാറാനാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും
ഗീതു പറയുക ഇനി എന്നെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവനെ തൊടാൻ ഞാൻ സമ്മതിക്കുള്ളൂ എന്നുള്ള രീതി പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് പറയുക നിനക്ക് എന്തിനാ ഇങ്ങനെ ഒരു വാശി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗീതു ദേഷ്യവും സങ്കടവും ഒക്കെ സഹിക്കാൻ വയ്യാതെ ഗീതു പറയുകയാണ് എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് അവൻ അറിയാണ്ട് പറ്റിയതാ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അവൻ തള്ളിയിട്ടിട്ടില്ല പ്രിയനെ, ആ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ടും ഗോവിന്ദിന് അടങ്ങാൻ പറ്റുന്നില്ല. ഗോവിന്ദ് പറയുകയാണ് എങ്കിൽ അകത്ത് കിടക്കുന്ന എൻ്റെയും കൂടപ്പിറപ്പാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എന്നിട്ട് ചോദിക്കുക നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ അവളെ എന്നൊക്കെ ചോദിച്ചു പിന്നെയും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗീതുവിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഗീതു ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് രാധികാമ്മയ്ക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഗോവിന്ദന് പ്രിയോടുള്ള സ്നേഹം കാണുമ്പോഴത്തേക്കും ഒരു ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദയ്ക്ക് പറ്റുമോ നിന്നോടോ ചോദിച്ചേ പറ്റുമോ ഇല്ല അല്ലേ എന്ന് പറഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് അവളിനിയിപ്പം ജീവനോടെ കിട്ടിയാലും എങ്ങനെയായിരിക്കും അവളെ കിട്ടുന്നതെന്ന് എനിക്ക് നിന്നേക്കാളും നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുവാണ്. അതേ സമയത്ത് ഗോവിന്ദനോട് വിനോദ് പറയുകയാണ് എന്നെ കൊന്നു, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തേ, ഞാൻ മനഃപൂർവ്വം പ്രിയയെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല, അവൾക്ക് അപകടം വരാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഗോവിന്ദനോട് കുറേ മാപ്പ് പറയുവാണ് കേട്ടോ. ഇതൊന്നും കേൾക്കാതെ ആകെ വിഷമിച്ച് തല താഴ്ത്തിയിരിക്കുവാണ് ഗോവിന്ദ്. വിനോദാണെങ്കിൽ പിന്നെയും ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവൾക്ക് എന്തെങ്കിലും പറ്റി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറയുക. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗീതുവിന് വളരെ ദേഷ്യം വരുന്നൊരു എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.